നമ്മുടെ കുട്ടികളുടെയൊക്കെ തലയിൽ പേൻ ശല്യം മാറാനൊക്കെ ആയിട്ട് മുടി നല്ല സിൽക്കി ഹെയർ ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് നമ്മൾ നല്ല മൂത്ത വെണ്ടയ്ക്കും നമ്മൾ വെറുതെ കളയാറില്ലേ. അപ്പം മൂത്ത കിളിന്തി വെണ്ടയ്ക്കൊക്കെ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ മൂത്ത വെണ്ടയ്ക്കൊക്കെ നമ്മൾ പള്ളി കളയാറുണ്ട്. അപ്പം ഈ വെണ്ടയ്ക്ക വെച്ചിട്ട് നല്ലൊരു സിൽക്കി ഹെയർ ആവാനൊക്കെ ആയിട്ടും അത് മാത്രമല്ലാണ്ട് കുട്ടികളുടെ തലയിൽ ഈരും പേൻ ശല്യം മാറാനൊക്കെ ആയിട്ട് നല്ലൊരു ഒരു ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഷാമ്പൂവിന് പകരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കേണ്ടതെന്ന് പറയുമ്പം ഏകദേശം ഒരു 2-3 വെണ്ടയ്ക്ക എടുത്താൽ മതി. അപ്പോൾ ഇത് ഗേൾസിന് മാത്രമല്ല കേട്ടോ, നല്ല ബോയ്സിനും ഇത് തലയിൽ തേക്കാം കേട്ടോ. നല്ലൊരു സിൽക്കി ഹെയർ ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഒരു 3 വെണ്ടയ്ക്ക് എടുത്തിട്ട് ഒന്ന് വട്ടം ഇതേപോലെ ഒന്ന് കുനുകുന ഒന്ന് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീരെ ചെറുതും ദൂരാക്കാൻ പറ്റും അത്ര രീതിയിൽ നിങ്ങൾക്ക് ആക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് ഒന്ന് വട്ടം നുറുക്കിയിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഉണ്ടല്ലോ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ഇതേപോലെ ചായ പാത്രത്തിലേക്കോ എന്തെങ്കിലും പാത്രത്തിലേക്കോ നമ്മൾ ഇടാട്ടോ, ഒഴിക്കുക. അതിനുശേഷം ഇതുപോലെ ഞാനിപ്പം ആ അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ അത് 3 കൂടെ കൂടിയിട്ട് നമുക്കിതുപോലെ പറക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും, മുടി നക്കി നല്ല തിളക്കം കിട്ടും കേട്ടോ. അത് എനിക്ക് അമ്മമാർക്കും അറിയാം, എണ്ണ കാച്ചിക്ക് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. കറിവേപ്പില മുടിക്ക് നല്ല തിളക്കം കിട്ടും, അതുപോലെ കറുപ്പും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കേട്ടോ. വെള്ളത്തിന് നല്ല മണമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കണ്ടില്ല നമ്മുടെ വെള്ളം കണ്ടോ, ശരിക്കും താളിയുടെയൊക്കെ ഒരു പരുവത്തിൽ വെള്ളം നല്ല ജെല്ലി വെള്ളം പോലെ നല്ല ഇങ്ങനെ വലിഞ്ഞ് വരും കേട്ടോ. വെണ്ടയ്ക്കയുടെ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പം അതുമല്ല കറിവേപ്പിലയുടെ ഒരു മണവും ഒക്കെ കൂടി ആവും കേട്ടോ. ഇപ്പോൾ മിക്കവരും ഓർക്കുന്നുണ്ടാവില്ല, എന്നാൽ പിന്നെ അത് ഇത്തിരി മല്ലിയും മുളകും വറുത്തിട്ട് കഴിഞ്ഞാൽ രസമാവുമല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇത് നല്ലതാണ് മുടിക്ക്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പെൻശല്യം മാറാനിട്ട് ഒരു ഐറ്റം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ നിങ്ങളൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിപ്പ പാത്രത്തിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം വേണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്ന ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 2-3 കുട്ടികളൊക്കെ ഉള്ളിടത്തിലാണെങ്കിൽ 3 വെണ്ടയ്ക്ക എടുത്താൽ മതി കേട്ടോ. സ്കാൽപ്പിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഹാഫ് സവാള ഉണ്ട് എടുത്ത് കൊടുക്കുന്നത്. സവാളയുടെ ഗന്ധം എന്ന് പറയുമ്പോൾ ഒരു രൂക്ഷ ഗന്ധമാണ്. അതുപോലെ ഇതിൻ്റെ നീര് പേനിന് ഇഷ്ടമല്ല, കാരണം കണ്ണൊക്കെ അടിച്ച് പോകുന്ന ഒരു സിസ് എരിവും പുകച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തലയിലൊക്കെ നമുക്ക് ഇതിൻ്റെ നീര് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേനിൻ്റെ ഷാമ്പു കുട്ടികൾക്ക് തേച്ച് കൊടുക്കുന്നതിലൊക്കെ ഏറ്റവും ബെറ്റർ നമ്മുടെയൊക്കെ വീട്ടിൽ അടുക്കളയിലുള്ള സവാള വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ തലയിലെ പേനൊക്കെ ബോധം കിട്ടു പോകാനൊക്കെ ആയിട്ടും പേൻശല്യം മാറാനൊക്കെ ആയിട്ട് പേൻ നല്ല രീതിയിൽ ഈരൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കുട്ടികൾ കിട്ടുന്ന ദിവസങ്ങളിൽ രാവിലെ കുളിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എടുക്കുമ്പോൾ അരിച്ചിട്ട് എടുക്കാം കേട്ടോ. അരിപ്പയിലേക്ക് നിങ്ങൾ അരിച്ചില്ലെങ്കിൽ കുട്ടികളുടെ തലയെ കൂടെ ഇങ്ങനെ പൊട്ടും പൊടിയും ഇങ്ങനെ ഒരു നാരൊക്കെ ആയിട്ട് വെളുത്ത പൊടിയൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് എടുക്കാൻ നേരത്ത് അതേപോലെ അരിപ്പയിൽ നന്നായിട്ട് അരിച്ചിട്ട് കൊണ്ട് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ കുളിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് മുൻപ് നമ്മൾ തലയിൽ എണ്ണ തേക്കത്തില്ലേ. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് മുടി ഒന്ന് ചടയൊക്കെ കളഞ്ഞതിന് ശേഷം എണ്ണ നമ്മൾ ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, തലയിൽ തേക്കുന്ന എണ്ണ എടുത്താൽ മതി കേട്ടോ. അതെടുത്ത് തലയിൽ നന്നായിട്ട് ചട കളഞ്ഞ് വിടുത്തിയിട്ട് നമ്മൾ കുട്ടികൾക്ക് മേല് തേക്കുന്നതിന് മുൻപ് കുറച്ച് നേരം നമുക്ക് കിട്ടില്ല കുട്ടികളെ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് തലയിലേക്ക് തേച്ച് ഒന്ന് നന്നായിട്ട് പിടിപ്പിച്ച് തലമുടി കെട്ടി വെച്ചിട്ട് നമ്മൾ മേല് തേക്കുന്ന അത്ര നേരം മതി. ഒരു 10-15 മിനിറ്റ് നേരം ഇരിക്കുമല്ലോ. അപ്പോൾ അത്ര നേരം ഇരുന്നാൽ മതി. അതിനുശേഷം നിങ്ങൾക്കത് കഴുകി കളഞ്ഞാൽ മതി. മുടി നല്ല ഒരു സിൽക്കി ഹെയർ ആവുകയും ചെയ്യും. തലയിൽ പേൻ ശല്യം പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അതുപോലെ തേക്കുമ്പോൾ നല്ല കടിയായിരിക്കും കേട്ടോ. നല്ല പേനൊക്കെ ഉള്ള തലയിലൊക്കെ ആണെങ്കിൽ തല തേക്കുമ്പോൾ തന്നെ നല്ല കടിയായിരിക്കും. പിന്നെ സവാളയുടെ മണം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇത്തിരി സോപ്പും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ അതങ്ങ് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ കുഴപ്പമുണ്ടാവത്തില്ല. അപ്പോൾ അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം കുട്ടികളുടെ തലമുടി ചീകിക്കോട്ടെ, പേൻ കിട്ടും. അത് മാത്രമല്ലാണ്ട് കറിവേപ്പില ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ തലമുടിയിൽ കായൊക്കെ ഉണ്ടെങ്കിലും മുടിക്കായ പോകാനൊക്കെ കിട്ടും. അത് നല്ലതാണ് കേട്ടോ. അതുപോലുള്ള സവാള ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ തലയ്ക്ക് നീർക്കെട്ട് വീഴത്തില്ല. അപ്പോൾ അമ്മമാർ ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കാണാം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും അറിവിലേക്കിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഫോളോ ചെയ്ത് തരുവാണെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കരുത്.